നമസ്കാരം. എല്ലാ ഗുരുജനങ്ങൾക്കും ബന്ധുമിത്രാദികൾക്കും ഒരായിരം നന്ദി, നമസ്കാരം. ഞാൻ ഡോക്ടർ എം ഷിബു നാരായണൻ വമ്പായം. ഇന്ന് പറയാൻ പോകുന്നത് വേഴമാറ്റത്തെക്കുറിച്ചാണ്. ഈ 2024 മെയ് മാസം 1-ാം തീയതി പകല് 12:59 വേഴൻ മേടൻ രാശിയിൽ നിന്ന് മാറി ഇടവൻ രാശിയിൽ പ്രവേശിക്കുന്നത്. 2025 മെയ് മാസം 14-ാം തീയതി വരെയാണ് വേഴൻ ഇടവൻ രാശി സഞ്ചരിക്കുന്നത്. മീനൻ രാശിക്കൂറുകാർക്ക് വേഴഗ്രഹം 3-ലേക്കാണ് വരാൻ പോകുന്നത്. അത് അത്ര നല്ലതല്ല. 3, 6, 8, 12 ഈ രാശികൾ മറയുന്ന രാശിയാണ്. ഷഷ്ടം, ദ്വാദശം, അഷ്ടമഞ്ച മുനയോ ഭാവാൻ അനുഷ്ഠാൻ വരുമെന്നാണ്. 3, 6, 8, 12 ഈ രാശികൾ മറയുന്ന രാശിയാണ്. മാരകസ്ഥാനമൊന്നും അഷ്ടമം ആയുഷ അഷ്ടമാഷ്ടപഞ്ചത തയോരവിവയസ്ഥാനം മാരകസ്ഥാനം ഉച്ചതേ. എന്താണ് വേഴം 3 നിൽക്കുമ്പോൾ ഇത്രയും കുഴപ്പം എന്ന് പലരും ചോദിക്കാറുണ്ട്. ഇത് മാരകസ്ഥാനമാണ്. അപ്പം 3-ലും മാരകസ്ഥാനത്ത് വേഴം നിൽക്കുന്ന സമയം പലതരത്തിലുള്ള പ്രശ്നങ്ങളുണ്ട്. കാരണം ആത്മഹത്യ ചെയ്ത് കളഞ്ഞാൽ കൊള്ളാമെന്ന് വരെ തോന്നുമെന്നാണ് വേഴം 3 നിൽക്കുമ്പോൾ. ചന്ദ്രസ്തു നിധനം പ്രാപ്തോ സപ്തമം ബുധലോഹിതോ ദ്വാദശം ഭാസ്കര ഷഷ്ടം മൃഗപുത്ര സമാശ്രിതേ തൃതീയം ദേവമന്ത്രീജ. 3-ലും ദേവമന്ത്രി വേഴനും രാഹുകേതു ശനീശ്വരാഹ ജന്മസ്ഥേ പ്രാണസന്ദേഹം. രാഹുവും കേതുവും ശനിയും ജന്മത്തിൽ നിൽക്കുന്ന സമയവും പ്രാണസന്ദേഹം. അപ്പം മീനൻ രാശിക്കൂറുകാർക്ക് ജന്മത്തിൽ രാഹുവും 3-ല് വേഴനും 2 ഗ്രഹങ്ങൾ പിഴച്ചു നിൽക്കുന്ന സമയമാണ്. കുതിരയെപ്പോലെ ചാടി ഓടി നടക്കണവർ, പാമ്പിനെ പോലെ ഇഴഞ്ഞിഴഞ്ഞ് നടക്കുന്ന സമയം നടുവേദന, മുട്ടുവേദന, ഓർത്തോ പ്രോബ്ലം, ന്യൂറോ പ്രോബ്ലം, ഗ്യാസ്ട്രോ പ്രോബ്ലം, സൈക്കോ പ്രോബ്ലം ഇതൊക്കെ ഉണ്ടാകുന്ന സമയം. ചുമ്മാ ടെൻഷനാണ്. ചില ആൾക്കാരാണെങ്കിൽ വിഷമം തീർക്കാൻ വേണ്ടി ചെറിയ മദ്യപാനമൊക്കെ അങ്ങ് തുടങ്ങും. പിന്നെ വെള്ളം അടിച്ച് വീട്ടിൽ തന്നെ കിടക്കുന്നതല്ലാതെ ജോലിക്കും പഠിക്കാനും പഠിപ്പിക്കാനും ജീവിക്കാനും പ്രവർത്തിക്കും ഒന്നും പോകാൻ തോന്നില്ല. അതുകൊണ്ട് കഴിയുന്നതും നിങ്ങളെ രക്ഷിക്കാൻ നിങ്ങൾ വിചാരിച്ചാലേ പറ്റൂ. അതുകൊണ്ട് നാഗർക്കും വേഴൻ മഹാവിഷ്ണുവിനും പൂജകൾ ചെയ്ത് ഗണപതി പൂജയും നവഗ്രഹ പൂജയും സർപ്പപൂജയും ഐശ്വര്യപൂജയും ശത്രുസംഹാര പൂജയൊക്കെ ചെയ്ത് നിങ്ങളെ പ്രാർത്ഥനയും പ്രവൃത്തിയും കൊണ്ട് ജീവിതം നല്ലതാക്കാനുള്ളൊരു ശ്രമം നടത്തണം. നിങ്ങൾ നല്ലവരാണ്. ദുരിനിധി ധനഭോഗി പണ്ഡിതസ്യ അന്ത്യരാശോ ധനം സുഖം പാണ്ഡിത്യം എല്ലാം ഉള്ളവരാണ്. ഉരുട്ടാതിയുടെ അവസാന പാദം ഉത്രട്ടാതി രേവതി 3 നക്ഷത്രങ്ങളാണ് മീനരാശിക്കൂറുകാർ. അവരെല്ലാവരെയും ഉപദേശിക്കുകയും സഹായിക്കുകയും രക്ഷിക്കുകയും ഒക്കെ ചെയ്യുന്ന ആൾക്കാരാണ്. പക്ഷേ ഇവരെ രക്ഷിക്കാൻ ഇപ്പോൾ ആരുമില്ലാതെ പോയല്ലോ ഭഗവാനെ എന്ന് തോന്നുന്ന അവസ്ഥയാണ്. അപ്പോൾ അമ്പലങ്ങളിലും ആശ്രമങ്ങളിലും പുണ്യകർമ്മങ്ങളിലും ഒക്കെ വളരെയധികം ദാനധർമ്മങ്ങളൊക്കെ ചെയ്ത് ഭഗവാനെയും ബന്ധുക്കളെയും നാട്ടുകാരെയും ഒരുപോലെ സഹായിക്കുന്ന ആൾക്കാരാണെങ്കിലും ഈ സമയത്ത് നമുക്ക് കുരുക്കളുണ്ട്. നിങ്ങൾ ചെയ്യാത്ത കുറ്റത്തിന് കേസ്, നിയമ നടപടികളൊക്കെ ഉണ്ടാകാൻ, ശത്രുത ഉണ്ടാകാനും, ഒരു ദിവസമെങ്കിലും പോലീസ് സ്റ്റേഷനിലോ ജയിലിലൊക്കെ പോകാനും, അപഖ്യാതികളുണ്ടാകാം, അധികാരികളുടെ പീഡനങ്ങളും ഉപദ്രവങ്ങളും ഉണ്ടാകാൻ, ജോലിയൊക്കെ രാജിവെച്ച് പോകണമെന്ന് തോന്നാൻ, നല്ല പ്രമോഷൻ സാലറി ഒന്നും കിട്ടണില്ല, ആകെ കുഴപ്പമെന്ന് തോന്നാൻ, ജീവിതത്തിൽ വിഷമതകൾ ഒരുപാട്, ഇത്രയും വിഷമം അടുത്ത കാലത്തൊന്നും ഞാൻ അനുഭവിച്ചിട്ടില്ല എന്ന് തോന്നാൻ, കടങ്ങളും എത്ര രൂപ കൈ വന്നാലും നമുക്ക് കിട്ടേണ്ടുന്ന കോൺട്രാക്റ്റ് എഗ്രിമെൻറ്റുകൾ അനുസരിച്ചുള്ള തുകകൾ, വ്യവസായങ്ങൾ, സാമ്പത്തിക നേട്ടങ്ങൾ ഇതൊക്കെ പെട്ടെന്ന് അങ്ങ് നിന്നുപോയതുപോലുള്ള അവസ്ഥയൊക്കെ ഉണ്ടാകും. അതുകൊണ്ട് നിങ്ങൾ ടെൻഷൻ അടിക്കല്. ജാതകം പരിശോധിച്ച് നോക്കണം. ജാതകത്തിൽ ഗ്രഹങ്ങൾ നല്ല സ്ഥാനത്ത് നിൽക്കണമെങ്കിൽ ഒരു ഗ്രഹപ്പഴയും വല്ലാട്ട് ബാധിക്കില്ല. ജാതകത്തിൽ ഗ്രഹപ്പഴ ഉണ്ടെങ്കിലോ സമയദോഷം ഉണ്ടെങ്കിലോ ഈ ഒരു കൊല്ലം നിങ്ങൾ സൂക്ഷിച്ചില്ലെങ്കിൽ ഈ കൊല്ലം കൊണ്ട് ചെയ്യുന്ന നിങ്ങളുടെ ഇത്രയും കാലത്തെ സാമ്പത്തികം പെട്ടെന്നൊരു കാര്യത്തിലേക്ക് കൊണ്ടുവന്ന് മുടക്കി അത് നിന്നുപോയി കഴിഞ്ഞാൽ ഒന്നുമില്ലാത്ത ഒരാളെ പോലെ ആയി തീരാനുള്ള സാധ്യതയുണ്ട്. ഉള്ളത് നഷ്ടപ്പെടുത്താതെയും നിലനിർത്തിക്കൊണ്ടും
കൂടുതൽ ബാധ്യത വരാതെയും ചെയ്യുന്ന റിയൽ എസ്റ്റേറ്റുകൾ, ഷെയർ മാർക്കറ്റുകൾ, ബിസിനസ്സുകൾ, കാര്യങ്ങളെല്ലാം സൂക്ഷ്മതയോടുകൂടി കൈകാര്യം ചെയ്ത് ഉള്ള ജോലിയുള്ള ബിസിനസ്സും തകർത്ത് കളയാതെ, കൂടുതൽ ആൾക്കാർ പറ്റിച്ചുകൊണ്ട് പാർട്ട്ണർമാരൊക്കെ പറ്റിക്കുന്ന സമയമാണ്. നിങ്ങളുടെ തൊഴിലും ബിസിനസ്സും ഒക്കെ വളരെ ശ്രദ്ധയോടുകൂടി വീക്ഷിച്ച് അപ്പോഴപ്പോഴായിട്ട് കാണുന്ന തെറ്റുകുറ്റങ്ങൾ കൂടെയുള്ളവരെ മനസ്സിലാക്കി നമ്മളെ രക്ഷിക്കാനും മറ്റുള്ളവരെ രക്ഷിക്കാനും നമ്മൾ ശ്രമിച്ചില്ലെങ്കിൽ ആകെപ്പാടെ വിഷമതകൾ വരുന്ന സമയമാണ്. അതുകൊണ്ട് പറഞ്ഞ കേൾക്കുമ്പോൾ വിഷമം തോന്നും, ചിലവർ തെറി വിളിക്കും, ആക്ഷേപിക്കും. പക്ഷേ ഇതൊക്കെ ഒരു ഗ്രഹം മാറുമ്പോൾ ഉള്ള മാറ്റങ്ങളാണ്. ഇവിടെ സുനാമി വന്ന്, കൊറോണ വന്ന്, ഇതൊക്കെ പ്രകൃതി ശാന്തമാണ്, സൗന്ദര്യമാണ്, ഐശ്വര്യമാണെന്നൊക്കെ കവികൾ പാടി പുകഴ്ത്തിയെങ്കിലും ഇതൊക്കെ വന്നപ്പോൾ നാടും നഗരവും നശിച്ചതുപോലെ നമുക്കും ചില അവസരങ്ങളിൽ ഗ്രഹപ്പിഴകൾ വരുമ്പോൾ പല വിപത്തുകളും കുഴപ്പങ്ങളും നമ്മളെ വേട്ടയാടും. അതുകൊണ്ട് നിങ്ങൾക്ക് ആദ്യം വേണ്ടത് ക്ഷമ, ഏറ്റവും വേണ്ടത് ഭക്തി, ഏറ്റവും കൂടുതൽ സ്നേഹം. ഈ 3 സാധനങ്ങൾ കൈമുതലാക്കിക്കൊണ്ട് രംഗത്തിറങ്ങി പ്രവർത്തിച്ചാൽ നിങ്ങൾക്ക് നഷ്ടപ്പെടാനൊന്നുമില്ല. കിട്ടുമ്പോൾ കിട്ടട്ട്, പോകുമ്പോൾ പോട്ട്, വരുമ്പോൾ വരട്ടെ എന്നുള്ള ചിന്ത വേണം. കാരണം അത് കിട്ടിയാലേ ഞാൻ അതിൽ പോകൂ, ഇത് ചെയ്താലേ ഞാൻ ശരിയാവും എന്ന് വേണ്ട. നടക്കുമ്പോൾ നടക്കട്ട്, അത് നടക്കാൻ വേണ്ടിയുള്ള പരിഹാരങ്ങൾ നമ്മൾ ചെയ്യണം. അപ്പോൾ ഈശ്വരാനുകൂല്യം മറഞ്ഞു നിൽക്കുന്ന സമയമാണ്. അപ്പോൾ ഈശ്വരനെ കണ്ടിട്ടുള്ളവർ, കറണ്ടിനെ കണ്ടിട്ടുള്ളവർ ആരുമില്ല. അപ്പോൾ നമ്മളെ വീട്ടിൽ മിക്സി, ഗ്രൈൻഡർ, ഫ്രിഡ്ജ്, AC എല്ലാം ഉണ്ട്. കറണ്ടിൽ ഓടുന്ന കാറുണ്ട്, ബൈക്കുണ്ട്. പക്ഷെ കറണ്ടില്ലാതെ ഇതൊക്കെ എങ്ങനെ പ്രവർത്തിക്കും? അതുകൊണ്ട് ഇതെല്ലാം നിന്നുപോയി, എൻ്റെ ജീവിതം പോയെന്ന് വിഷമിക്കല്ലേ. പതുക്കെ ഒരു ജനറേറ്റർ കൊണ്ടുവച്ച് കാര്യം നടത്തുന്നത് പോലെയാണ് പരിഹാരങ്ങൾ ചെയ്ത് ദോഷത്തെ മാറ്റാനുള്ള പരിശ്രമങ്ങൾ ചെയ്താൽ നമുക്ക് കുഴപ്പം വരില്ല. വലിയൊരു സമുദ്രമാണ്. നീന്താനോ നടക്കാനോ നമ്മളെ കൊണ്ട് പറ്റിയില്ലെങ്കിൽ പ്ലെയിനുണ്ട്, കപ്പലുണ്ട്, ബോട്ടുണ്ട്, വള്ളമുണ്ട്. ഏതെങ്കിലും ഒന്ന് കയറി അപ്പുറത്തോട്ട് ഇറങ്ങിയാൽ നമുക്ക് ലക്ഷ്യസ്ഥാനത്തെത്താൻ പറ്റുന്നത് പോലെ പരിഹാരങ്ങളെ കൊണ്ട് പരാജയങ്ങളെ വിജയകരമാക്കി നേടിയെടുക്കാനുള്ളൊരു പരിശ്രമം നിങ്ങൾ ചെയ്താലേ പറ്റൂ. അതിന് എല്ലാവിധ ശ്രദ്ധയോടുകൂടിയുള്ള വിവിധ നേട്ടങ്ങൾ കൈവരിക്കാനുള്ള പരിശ്രമം കൂടി ഈ വർഷം നിങ്ങൾക്ക് ആവശ്യമായിട്ടുണ്ട്. വിഷുവിനെ ഭജിക്കുക, കുടുംബദേവനെ ഭജിക്കുക, നാഗരെ ഭജിക്കുക, അപകടങ്ങളൊക്കെ മാറിക്കിട്ടാൻ വേണ്ടി മൃത്യുഞ്ജോമം, നവഗ്രഹ പൂജ ഇതൊക്കെ ചെയ്യുക. കാലഭൈരവ ക്ഷേത്രത്തിൽ ദർശനം നടത്തുന്നത് വളരെ പുണ്യമാണ്. അവിടെ ഈ പറഞ്ഞ എല്ലാ ശനീശ്വരന്മാരും ഉണ്ട്. കാലനുണ്ട്, കറുപ്പനുണ്ട്, ബ്രഹ്മാവുണ്ട്, വിഷ്ണുവുണ്ട്, മഹേശ്വരനുണ്ട്, ഭൈരവനുണ്ട്, നവഗ്രഹങ്ങളുണ്ട്. അതേപോലെ മാടസ്വാമിയുണ്ട്, ഗായത്രി ദേവിയുണ്ട്, ഹനുമാനുണ്ട്, മുരുകനുണ്ട്, ശാസ്താവുണ്ട്, വിഷ്ണുവുണ്ട്. അങ്ങനെ എല്ലാ ദേവന്മാരും ഉണ്ട്. നിങ്ങൾക്ക് ഏത് ദേവതകളുടെ അനിഷ്ടവും ഏത് ഗ്രഹങ്ങളുടെ ഗ്രഹപ്പഴയോ ഉണ്ടെങ്കിലും അവിടെ തീർക്കാനുള്ള എല്ലാ ദൈവങ്ങളുടെയും സാന്നിധ്യം കൊണ്ട്, ചൈതന്യം കൊണ്ട് സമ്പൂർണമായ ഒരു അമ്പലമാണ് കാലഭൈരവ ക്ഷേത്രം. ഈ ക്ഷേത്രത്തിൽ പൂജകളും വഴിപാടുകളും നടത്താൻ ആഗ്രഹിക്കുന്നവർ വാട്സപ്പിൽ മെസ്സേജ് അയക്കണം. എല്ലാ അമാവാസി തോറും അമ്പലം അടയ്ക്കുന്ന പതിവില്ല. രാവിലെ ഗണപതി ഹോമം, 10 മണിക്ക് മൃത്യുഞ്ജയ ഹോമം, 4 മണിക്ക് യമരാജ ഹോമം, 5 മണിക്ക് ഭദ്രകാളി പൂജ, വൈകുന്നേരം 6 മണി തൊട്ട് 7 മണി വരെ വിവിധ ദ്രവ്യങ്ങൾ, പാല്, തൈര്, വെണ്ണ, നെയ്യ്, കളഭം, കുങ്കുമം, മഞ്ഞൾ കുങ്കുമം, കളഭം, ഇങ്ങനെ ഒരുപാട് വിശിഷ്ട ദ്രവ്യങ്ങളെ കൊണ്ടുള്ള അഭിഷേകാദികൾ, ഭക്തജനങ്ങളുടെ നേർച്ചയായിട്ട് കിട്ടുന്ന അമാവാസി പൂജയുടെ കലശങ്ങൾ ഒക്കെ അഭിഷേകം ചെയ്യുന്ന ഭഗവാൻ. നിങ്ങൾക്ക് വരാൻ പറ്റുമെങ്കിൽ ഒന്ന് വന്ന് തൊഴുത് പ്രാർത്ഥിച്ച് നിങ്ങൾ രക്ഷപ്പെട്ടതിന് ശേഷം ഭഗവാൻ എന്തെങ്കിലും നിവൃത്തിയുള്ളത് ചെയ്താൽ മതി. നിങ്ങൾക്ക് വരാനുള്ള മനസ്സും പൂജയിൽ പങ്കെടുക്കാനുള്ള മനസ്സും താല്പര്യവും ഉണ്ടായിരുന്ന ഭഗവാന്റെ പ്രീതി കൊണ്ട് എല്ലാ വിനകളും മാറും. എല്ലാ അമ്പലത്തിലും കഴിയുന്നതും ഒന്നും ഈ വർഷം പോവാൻ ശ്രമിക്കണം. ഏത് അമ്പലത്തിൽ പോയാലും നമുക്കതിൻ്റെ അനുഗ്രഹവും കടാക്ഷവും കിട്ടും. മറ്റു മതസ്ഥരാണെങ്കിൽ മതപരമായിട്ടുള്ള പ്രാർത്ഥന, നോമ്പുബലി, നിസ്കാരം, നേർച്ച, വഴിപാട്, കുർബാന എല്ലാം നടത്തണം. സർപ്പത്തിൻ്റെ ദോഷം മാറിക്കിട്ടാനാണെങ്കിൽ സെൻറ്റ് ജോർജ് പുണ്യാളൻ്റെ പള്ളിയിലൊക്കെ പോകുമ്പോൾ കുറച്ച് മാറ്റം വരും. വിഷ്ണുമതക്കാർക്ക് അതിങ്ങനെ ഒരു ആചാരമുണ്ട്. എല്ലാം ചെയ്ത് നിങ്ങളുടെ ദോഷം മാറിക്കിട്ടുന്നതിന്, നല്ലത് വരുന്നതിന് വേണ്ടി നിങ്ങളുടെ പരദേവതയായ കാലഭൈരവ സ്വാമിയോട് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.